കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുകളിലത്തെ നിലയും അതുപോലെ തന്നെ താഴത്തെ 2 ബെഡ്റൂമും വൃത്തിയാക്കിയതായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ റൂമാണ് കേട്ടോ ഒന്ന് നീറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി കണ്ടുപോകുക. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ താഴെയുള്ള 3ാമത്തെ റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും കൂടി ക്ലീൻ ആയി കഴിഞ്ഞാൽ നമ്മൾ റൂമുകളെല്ലാം ഒരുവിധം ക്ലീൻ ആക്കി കഴിഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജനൽ കാര്യങ്ങളെല്ലാം ഒന്ന് തട്ടിത്തൂത്തെടുക്കുന്നുണ്ട്. കർട്ടനിലെ പൊടിയും കാര്യങ്ങളും എല്ലാം ഒന്ന് തട്ടിത്തൂത്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അലമാരിയുടെ മുകൾ വശവും നല്ല രീതിയിലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ നേരെ അങ്ങ് തൂത്തുവാരാനായിട്ടാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ തൂത്തുവാരി ഒന്ന് നീറ്റാക്കി അങ്ങ് എടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പിന്നെ പോയത് നമ്മളെ വാഷിംഗ് ഏരിയയിൽ ഇട്ടാണ്. അങ്ങനെ വാഷിംഗ് ഏരിയയിലുണ്ടായിരുന്ന ആ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടെ എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി അങ്ങ് എടുക്കാണ് കേട്ടോ. ഈ മുകളിലത്തെ ഒരു ഭാഗം ഞാൻ സ്റ്റൂളൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് തുടച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ലിവിംഗ് റൂമിൽ ആ ഒരു ഹാങ് ലൈറ്റും കാര്യങ്ങളെല്ലാം തുടച്ചെടുക്കുന്നുണ്ട്. ഇതോടുകൂടി നമ്മൾ പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ദിവസത്തെ. പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ ബാക്കി ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കുട്ടികൾക്ക് മോന് ചെറുതായിട്ട് പനി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വിട്ടില്ല. അന്നേരം പിന്നെ മോൻ പോകാത്തതുകൊണ്ട് മോളും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും വീട്ടിലുണ്ട്. അങ്ങനെ ഞാൻ അവരെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തെ റൂമിലാണ് കേട്ടോ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഇടയ്ക്കൂടെ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൂടെ അവരും വരുന്നുണ്ട് കേട്ടോ. പൊടിയാണ് വരരുതെന്ന് പറഞ്ഞാലൊന്നും അവരത് കേൾക്കില്ല. അവരതിൻ്റെ ഇടയ്ക്കൂടെ അവരും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് സെറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ജനാലകളെല്ലാം ഞാൻ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെറ്റിയുടെ ഇടഭാഗത്ത് നിന്ന് കിട്ടാത്ത സാധനങ്ങളെല്ലാം ചുരുക്കമാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ റിച്ചൂട്ടനായാലും അതേ കണക്ക് തന്നെ റയാനും റൈഹായും ആരായാലും തന്നെയും എല്ലാ കളിപ്പാട്ടങ്ങളും അവരുടെ പെൻസിൽ ക്രയോൺസ് തുടങ്ങി എന്തൊക്കെ ഉണ്ടോ ആ സാധനങ്ങളെല്ലാം ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. നമ്മൾ അടുക്കളയിലെ ചില സ്പൂണ് കാര്യങ്ങൾ അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കിട്ടാത്ത സാധനങ്ങൾ ചുരുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികളെല്ലാം എടുത്ത് ഈ സെറ്റിയുടെ ഈ ഒരു ഇടഭാഗത്താണ് കേട്ടോ കൊണ്ടുവന്നിടുന്നത്. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് അതെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പൊടിയെല്ലാം അങ്ങ് തുടച്ചെടുക്കാനായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഭാഗത്ത് ഞാൻ പൊടി തട്ടി കളയാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങ് തുടച്ചെടുക്കാൻ നമ്മൾ ഒരുപാട് പൊടി തട്ടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ സെറ്റിയിലേക്കും കയറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ തുണി വെച്ചിട്ടാണ് കേട്ടോ ജനാലകളെല്ലാം അങ്ങ് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് തുടപ്പൊക്കെ നടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ മോളും വന്നിങ്ങനെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ നേരെ നമ്മൾ ഫാന് കാര്യങ്ങളെല്ലാം അങ്ങ് തുടച്ചെടുത്തു. പൊടി തട്ടിയെടുത്തു. എന്നിട്ട് ഞാൻ പിന്നെ നേരെ നമ്മൾ കതകിൻ്റെ ആ ഒരു ബാക്ക് സൈഡൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയും അത്യാവശ്യം മാറാലയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അങ്ങ് തട്ടിത്തൂത്തെടുത്തിട്ട് ക്ലോക്ക് കാര്യങ്ങൾ എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഭിത്തിയിലുണ്ടായിരുന്ന മാറാലയും കാര്യങ്ങളും എല്ലാം അങ്ങ് തട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ റിച്ചൂട്ടൻ വലിയ നിർബന്ധമില്ല. കാരണം എന്ന് വെച്ചാൽ മൂത്ത രണ്ടുപേരും ഉള്ളത് കൊണ്ട് അവന് അവിടെ നിന്ന് കളിച്ചോളും കേട്ടോ. അതുകൊണ്ട് ഇന്ന് വലിയൊരു നിർബന്ധമോ കരച്ചിലോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ തകൃതിയിൽ അവിടെ കളി നടക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ഒരു മാഷാ അല്ലാ എന്ന് എഴുതിയ ആ ഒരു ഭാഗത്ത് ആ ഒരു സൈഡിലെല്ലാം പൊടിയുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തട്ടിത്തൂത്തെടുത്തിട്ട് പിന്നെ ഞാൻ നേരെ ദിവാങ്കോട്ടിൻ്റെ ആ ഒരു അതിനകത്തൊരു ചെറിയൊരു വിരിപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങ് എടുത്തു കഴുകാനായിട്ട് കൊണ്ടുപോകാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഫാന് കാര്യങ്ങളെല്ലാം ഒന്ന് പൊടി തട്ടി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ ഡൈനിങ് റൂമാണ് കേട്ടോ. ഡൈനിങ് റൂമിലാണ് നമ്മൾ ദിവാങ്കോട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെയും ഈ ഒരു ഭിത്തിയുടെ സൈഡിലുണ്ടായിരുന്ന മാറാലയും അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ നമ്മൾ ഇവിടെയാണ് കേട്ടോ താക്കോലും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് വെക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. എല്ലാ റൂമിൻ്റെതും പിന്നെ നമ്മളുടെ ഫ്രണ്ടിലത്തെ ഡോറിൻ്റെതും അതുപോലെ കാറിൻ്റെതും എല്ലാം നമ്മളിവിടെയാണ് കേട്ടോ കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ താക്കോൽ തപ്പി നടക്കേണ്ട ഒരു ആവശ്യം വരാറില്ല കേട്ടോ. അങ്ങനെ അവിടെ എല്ലാം തുടച്ചിട്ട് പിന്നെ ഈ ഒരു പാർട്ടീഷൻ ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ പാടായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മളന്ന് ചെയ്ത ഭാഗത്ത് ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട് പണിയുമ്പം ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്ത് വെക്കും. പിന്നീട് ഈ ക്ലീനിങ്ങിൻ്റെ പരിപാടിക്ക് നിൽക്കുമ്പോഴാണ് കേട്ടോ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാറുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു വൈറ്റ് ഷെയ്ഡിലും കൂടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സെറ്റിങ് കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു പൊടിച്ചൊരു ബ്രഷ് ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ഞാനങ്ങ് തട്ടി തൂത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവിടെ മൊത്തത്തിൽ അങ്ങ് തൂത്തെടുക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ പൊടിയുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തൂത്ത് അങ്ങ് എടുക്കാനായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ലിവിങ്ങും ഡൈനിങ് റൂമും എല്ലാം നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ കിച്ചണിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കിച്ചണിലായും തന്നെ നമ്മൾ കബോർഡൊക്കെ ഒന്ന് തുറന്നെടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് ട്രേ അതുപോലെ തന്നെ പ്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറുകളെല്ലാം ഞാൻ ഈ ഒരു സൈഡിലാണ് വെക്കുന്നത്. അതിന് കുട്ടികൾ സ്കൂളിൽ കൊണ്ടുവന്ന ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ, പിന്നെ കുട്ടികളുടെ മരുന്ന് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് കേട്ടോ ഈ ഒരു സൈഡിൽ വെക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എല്ലാ സാധനങ്ങളും ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ചെറിയ രീതിയിൽ പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ലൈസോൾ ഉപയോഗിച്ചാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. നമ്മൾ ഈ തുടയ്ക്കുന്ന തുണി ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് വാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ എല്ലാം ഒന്ന് തുടച്ച് ഒന്ന് നീറ്റാക്കി അങ്ങ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കബോർഡിൻ്റെ ആ ഒരു പുറം ഭാഗവും നല്ല നീറ്റായി തന്നെ തുടച്ചെടുക്കുന്നുണ്ട്. ലൈസോളൊക്കെ ഉപയോഗിച്ച് തുടയ്ക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട് വരും കേട്ടോ. അങ്ങനെ എല്ലാം തുടച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ സാധനങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് വെക്കുകയാണ്. പിന്നെ കുട്ടികളുടെ മരുന്ന് കാര്യങ്ങളെല്ലാം ഞാൻ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞതും പിന്നെ ബോട്ടിൽസൊക്കെ ഒരുവിധം തീർന്നു വന്ന മരുന്നുകളും അതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് ഒതുക്കിയെടുത്തു. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഗ്ലാസ് പിന്നെ അതുപോലെ നമുക്ക് കൊച്ചു കൊച്ചു പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ബൗൾസൊക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ അതൊന്നും ഞാൻ എടുക്കാനായിട്ട് നിന്നില്ല. അവിടെ വല്ല പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ വലുതായിട്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല. അവിടെ ജസ്റ്റ് ഞാൻ തുടച്ചങ്ങ് എടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു കബോർഡിലാണ് കേട്ടോ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ കുട്ടികളുടെ സ്നാക്സ് അതൊക്കെ ഞാനിങ്ങനെ ഈ ഒരു സൈഡിലാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അതിൻ്റെ കാര്യം അരി അതൊക്കെ ആ ഒരു സൈഡിലായിട്ടാണ് വെക്കുന്നത്. അങ്ങനെ അവിടെയും ഒന്ന് വൃത്തിയാക്കി എടുത്തു. പിന്നെ നമുക്ക് ഇതാണ്ട് ഈ ഒരു കബോർഡ് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്താണ് നമ്മൾ ചെറിയ ബോട്ടിലുകളെല്ലാം വെക്കുന്നത് കേട്ടോ. അതായത് ജീരകം, പയറ്, കടല അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഈ ഒരു സൈഡിലാണ് വെക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെയും ഞാനൊന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ബോട്ടിൽസ് എല്ലാം അങ്ങ് തുടച്ച് വെക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബോട്ടിൽ പ്രത്യേകം കഴുകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഓരോ സാധനങ്ങൾ കഴിയുന്ന ആ ഒരു സമയത്ത് അതാത് ബോട്ടിൽസ് കഴുകി വെക്കുന്നത് കൊണ്ട് വലിയ അഴുക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാനുള്ള അഴുക്കുള്ളായിരുന്നു. എന്നിട്ട് നമ്മൾ പാത്രങ്ങൾ വെക്കുന്ന ഒരു ഭാഗമുണ്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട്, അപ്പോൾ അവിടെ ഒരു ട്രേ വെച്ചിട്ടാണ് കേട്ടോ പാത്രങ്ങളൊക്കെ വെക്കുന്നത്. അപ്പം അങ്ങനെ അതും ഞാനൊന്ന് എടുത്ത് കഴുകി നീറ്റാക്കി അങ്ങനെ അവിടുത്തെ ആ ഒരു കബോർഡെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് തന്നെ തുടച്ചെടുക്കുന്നുണ്ട്. ഇതൊരു ലിക്വിഡാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലൈസോളും അതേ കണക്ക് തന്നെ കുറച്ച് സോഡാപ്പൊടിയൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് അതിട്ടാണ് കേട്ടോ ഒന്ന് തുടച്ചെടുക്കുന്നത്. അങ്ങനെ അതെല്ലാതും ഒന്ന് തുടച്ച് ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കബോർഡിൻ്റെ ഈ ഒരു പുറം വശവും നല്ല രീതിയിൽ തന്നെ അങ്ങ് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ലിക്വിഡ് ഉപയോഗിച്ച് തുടയ്ക്കുമ്പോൾ നല്ലതായിട്ട് നീറ്റായിട്ട് വരുവേ. എന്നിട്ട് ഞാൻ ഈ ഒരു സ്പൂണൊക്കെ വെക്കുന്ന ഭാഗവും ഒന്ന് ഒതുക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നെ ഒരുപാട് വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. അങ്ങനെ അവിടെ എല്ലാതും ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി എടുത്തു. പിന്നെ അടുക്കളയിലും ഉണ്ടായിരുന്ന മാറാലയും കാര്യങ്ങളും എല്ലാം ഒന്ന് തട്ടിത്തൂത്ത് അങ്ങ് വൃത്തിയാക്കി എടുക്കുകയാണേ. ഈ ഒരു സമയമായപ്പോഴത്തേക്ക് ഏകദേശം ഒരു വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാണ്. എന്നിട്ട് കിച്ചണെല്ലാം ഒന്ന് തൂത്ത് ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാനങ്ങ് തുടയ്ക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിലത്തെ നിലവിട്ടാണ് തുടച്ച് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുകളിൽ സ്റ്റെയർ റൂമാണ് കേട്ടോ നമ്മൾ ആദ്യം തുടച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് അങ്ങ് തുടച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ലൈസോൾ ഉപയോഗിച്ചാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. അതാകുമ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ ഞാൻ ഓരോ റൂമും ഇങ്ങനെ തുടച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ സ്റ്റെയർ റൂം തുടച്ചതിന് ശേഷം ഞാൻ അവിടുത്തെ ആ ഒരു ബെഡ്റൂം ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. അങ്ങനെ ആ ഒരു 2 ഭാഗവും തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ നേരെ സ്റ്റെപ്പൊക്കെ അങ്ങ് തുടയ്ക്കാനായിരുന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ സ്റ്റെപ്പും ഞാൻ പെട്ടെന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പം നമുക്ക് പൊടി തട്ടുന്നതിനെക്കാട്ടി ഏറ്റവും എളുപ്പം തുടച്ചെടുക്കാനാണ് കേട്ടോ. പൊടി തട്ടുന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പാടായിട്ട് എനിക്ക് തോന്നാറുള്ളത്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് തോന്നാറുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. തുടയ്ക്കുന്നതാണോ അതോ പൊടി തട്ടിയെടുക്കുന്നതാണോ ഏറ്റവും ഈസി എന്നുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ ബെഡ്റൂമുകളെല്ലാം അങ്ങ് തുടച്ചെടുക്കുകയാണ്. ആദ്യം നമ്മൾ കുട്ടികളുടെ ബെഡ്റൂമും തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ബെഡ്റൂം ഇതിപ്പം കടുമ്മാടെ ബെഡ്റൂമാണ് കേട്ടോ. അങ്ങനെ അതും നമ്മൾ തുടച്ചെടുത്തു. അങ്ങനെ എല്ലാം പെട്ടെന്ന് അങ്ങ് തുടച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സ്പീഡിൽ നമ്മൾ കുറച്ച് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ലിവിങ് റൂമും ഡൈനിങ് റൂമും എല്ലാം തുടച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇവിടെയും കൂടെ തുടച്ചാൽ നമുക്ക് നേരെ കിച്ചണും പിന്നെ സിറ്റൗട്ടും കൂടെ ഉള്ളു കേട്ടോ. അങ്ങനെ കിച്ചണും കൂടി പെട്ടെന്ന് അങ്ങ് തുടച്ചെടുത്തു. എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ സിറ്റൗട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ കിച്ചൺ തുടച്ചതിന് ശേഷം നമ്മൾ നേരെ
സിറ്റ് ഔട്ട് തുടയ്ക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സിറ്റ് ഔട്ട് ഏകദേശം ഒരു 2-3 വെള്ളത്തിൽ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കാറ്റും പൊടിയും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു കേട്ടോ സിറ്റ് ഔട്ടിൽ. അങ്ങനെ ഞാൻ പെട്ടെന്ന് സിറ്റ് ഔട്ടും കൂടി അങ്ങ് തുടച്ചെടുക്കണം കേട്ടോ. അച്ചടിച്ചട്ടിയും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് തന്നെ നല്ല രീതിയിൽ തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ വർഷത്തെ റമദാനിലെ ഒരു ക്ലീനിങ് ഇവിടെ തിരിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ ഓക്കേ.